ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളിക്കറിയാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. തക്കാളിക്കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 2 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില. കറിവേപ്പില, പച്ചമുളക്, കടുകൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു 10-15 ചെറിയ ഉള്ളി കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ഉള്ളി നമുക്കൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ചെറിയ ഉള്ളി ഒന്ന് വാടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ഇതേ രൂപത്തിൽ കട്ട് ചെയ്തത്, അതായത് ഒരു സ്ലൈസായി കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിയും ചെറിയുള്ളിയും പെട്ടെന്ന് തന്നെ വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വാട്ടിയെടുക്കാം. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല പൊടി, ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറി ഒന്ന് തിളക്കുന്നത് വരെ മൂടി വെച്ചു കൊടുക്കാം. അങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. തക്കാളിക്കറി തിളച്ച് വരുന്നുണ്ട്. തക്കാളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കറിയാണിത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇനി ഒരു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ ബൈ.